ഞാനിപ്പോൾ ഉള്ളത് ഹേംകുണ്ട് സാഹിബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗുരുദ്വാരയിലാണ്. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം ഒരു 4200 മീറ്റർ ഉയരം. ഐസ് മരം കോച്ചുന്ന തണുപ്പാണ്. ഏറ്റവും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതൊരു ഗുരുദ്വാരയാണ്. സിഖുകാരുടെ അമ്പലം ഗുരുദ്വാര. ഇത് ശരിക്കും എലവേഷൻ എന്ന് പറയും. അതായത് സമുദ്രം ഞാൻ പറഞ്ഞില്ലേ 14,000 അടി മേലെയാണ്. നല്ല തണുപ്പുള്ള സ്ഥലമാണ്. ഞാൻ തന്നെ കണ്ടില്ലേ, ഇതൊക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഗുരുദ്വാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയില്ലേ, സിഖുകാരുടെ അമ്പലം. ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ആകെ ഫോഗാണ്, അതായത് മൂടൽ മഞ്ഞാണ്. വ്യക്തമായിട്ട് കാണില്ല, എന്നാലും നോക്കാം, കാണിച്ചു തരാം. അതാണ് അമ്പലം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇവിടെ വലിയൊരു കുളമുണ്ട്. വലിയ കുളമാണ്, വളരെ വലിയ കുളമാണ്, ഇത്രയും ഉയരത്തിൽ. അത് എന്താ പറയുക, കൈ വയ്ക്കാൻ പറ്റില്ല, അത്ര മരം കൊച്ചുന്ന തണുപ്പാണ്. പക്ഷെ സിഖുകാർക്ക് ഇതൊരു പുണ്യസ്ഥലമാണ്. അവർക്ക് ഇത് വിഷയമൊന്നുമല്ല. സുഖമായിട്ട് വെള്ളത്തിലിറങ്ങിയത് ഒരു മാമന്ത കുളിക്കണമൊക്കെ കുളിച്ചും കാണിച്ചു തരില്ല കേട്ടോ. അവർക്ക് തണുപ്പൊന്നും ഒരു വിഷയമല്ല. കണ്ടില്ലേ, അവർക്ക് തണുപ്പൊന്നൊരു വിഷയമല്ല. എനിക്ക് കയ്യും കാലും കഴുകിയപ്പോൾ തന്നെ ഏതാണ്ട് മതിയായി. ഇതിൽ കുളിച്ച എല്ലാ പാപം പോകുന്ന പറഞ്ഞ സത്യ. അത്ര തണുപ്പാണ്. ഇതിൽ ഒരു പിടിച്ച് കുളിക്കാനായിട്ട് ചങ്ങലയിട്ടുണ്ട്. Yeah, I did. Very cold. How the people are taking bath? Even small kids. There also. All pop-up, everything will be all of that. Okay. Complete Sardarjilan. Hi friends. I'm in Hemkund Sahib, Uttarakhand. This is 14,000 something feet above the sea level. It's a very cold place. Freezing atmosphere. This is the temple, Gurudwara. You can see Gurudwara. It's a pilgrim destination for Sikh. Now even non-Sikh people also coming for visiting the place. It's a very cold place. Actually, this is a pond. It's a big pond. The weather is not clear. You can see that. Yeah, this is the pond. Freezing water, but still Sikh people are taking bath. You can see back side. I just washed my hand and face, and that's all. Legs. I got freeze. So here you have all facilities. They are giving food. It's a Gurudwara. There are some formalities. You have to cover your head before entering the temple. So if you have any kerchief, you can do. Otherwise, they will provide one yellow cloth. You can see behind. ഇപ്പോൾ വെതർ കുറച്ച് നോർമലായിട്ടുണ്ട്. ഞാൻ എന്താ പറയുക, തടാകം ഇതൊക്കെ കാണിച്ചു തരാം. കണ്ടോ, ബാക്ക് സൈഡിൽ വലിയ മലയാണ്. ലാസ്റ്റിൽ വെള്ളച്ചാട്ടം കാണാം. ഇതാ കണ്ടോ, ഇതാണ് തടാകം. ഞാനിപ്പോൾ കൈകാലം കഴിയൂട്ടാ. അവർക്ക് ഒരു തണുപ്പില്ല. നേരത്തെ അവിടെ കൈകാലം കഴിയുക. അത് പാപം കഴുകി കളയുന്ന കാണാൻ. എൻ്റെ കൈയും കാലും മാത്രമേ കഴിക്കണം, എൻ്റെ പാപം മുഴുവൻ തീർന്നു. അപ്പോൾ കണ്ടില്ലേ, കാരണം സിഖുകാരുടെ വിശ്വാസമാണ്. നമ്മൾ തന്നെ കളിയാക്കാൻ പാടില്ല. കാരണം നമ്മൾ കൈയും കാലും മാത്രമേ കഴിക്കുള്ളൂ. അപ്പോൾ തന്നെ എല്ലാ പാപം തീർന്നു. ഇപ്പോൾ ക്ലിയറായി കാണാം ലേക്സ്.
सिंह आके गुरचला वाह वाह गोबिंद सिंह सिखान जे आप जी ने मुल प्रसाद जिस तरह घर लागे पांच गुआंढ बनने वास्ते या रिश्तेदारों को देने वास्ते लेना है वो 20 रुपए का एक पैकेट है। ഏടാ ചെരുപ്പെടുത്തോ എടുത്തോ എൻ്റെ അവരല്ല ടോക്കൺ ആ എൻ്റെ അവരല്ല ടോക്കൺ ഞാൻ പോയില്ല This is Hemkund Sahib. It's a Gurudwara located in Hemkund Sahib, Uttarakhand. And this is 14,000 and odd feet above the sea level. Very cold area. Very interesting is it's a good lake. It's a big lake. Such a big lake here. It's very chill. These people, sick people, are simply taking bath. What they are telling is, if you take the bath, all the papas will go. I just wash my face and leg and hands. My papa already gone, so I didn't take any chance for fully bath and all. It's a pilgrim place for Sikhs. Amazing place. In all gurudwaras, this head cap is mandatory. So anything, even a handkerchief also enough. Otherwise, they will provide one yellow color cloth. You can see many people wearing yellow color cloth. Main thing is here the weather keeps on changing. Now I will show you that lake is clearly visible. See. It's an amazing place, but reaching here is very difficult. Very cold. Bye. ഇപ്പോൾ ഹേംകുണ്ട് സാഹിബിലെ വളരെ ക്ലാരിറ്റി ഉള്ളൊരു വീഡിയോ ഞാൻ ഇപ്പോൾ ഇടുകയാണ്. കാരണം ഇപ്പോൾ അവിടുത്തെ കാലാവസ്ഥ കുറച്ച് നോർമലായിട്ടുണ്ട്. അതപ്പോൾ ഈ തടാകമൊക്കെ കാണാം. മേലെ കുറച്ച് മേഘങ്ങളുണ്ട്, എന്നിരുന്നാലും കാണാം ക്ലിയറായിട്ട്. ചെറുതായിട്ട് വെയിൽ വരുന്നുണ്ട്. ഇവിടെ എപ്പം മഴയില്ല, എപ്പം മഞ്ഞ് വരും, എപ്പോൾ തണുപ്പ് വരും, എപ്പോൾ വെയിൽ വരും ഒന്നും പറയാൻ പറ്റില്ല. ഇപ്പം നല്ല കാലാവസ്ഥയാണ്.
India's last village, Mana. हाँ आज दादू ने मुझे फ़ोन किया, मैं तो अभी लैपटॉप के पास नहीं हूँ। और कुछ अभी हम बद्रीनाथ में आए, वहाँ से 25 किलोमीटर था, बद्रीनाथ के दर्शन करने के लिए होटल में गया। दर्शन वगैरह जाना है तुम्हारे को? ठीक है लेके आओ। अरे उसका कोई बात नहीं, मैं कर लेता हूँ। बता पहले और कुछ लाना है? सरस्वती नदी। ഞങ്ങളിപ്പോൾ ഉള്ളത് ഇന്ത്യയുടെ ലാസ്റ്റ് വില്ലേജ് എന്നറിയപ്പെടുന്ന മന എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്. മന വില്ലേജ്. ഇത് ബദ്രിനാഥിൻ്റെ അടുത്താണ്. വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം, നല്ലൊരു വില്ലേജ്. ഇതിലൊരു പ്രത്യേകത ഇവർ പറയുന്നത്, ഞാൻ ഒരു എൻട്രൻസ് കാണിക്കാം. ഇതാ ഒരു ആർച്ച്. ഇത് പാണ്ഡവർ സ്വർഗാരോഹണം നടത്തിയത് ഈ വഴിക്കാണെന്നാണ് പറയപ്പെടുന്നത്. ഇതിൽ പറയുന്ന വിശ്വാസമാണല്ല കേട്ടോ. കാണിച്ചു തരാം. ആ ആൾക്കാർ നടന്നു വരുന്നുണ്ടോ? നടന്നു വന്നിട്ട് അങ്ങനെ വന്ന് ഇവിടെ കാണാം. ഒരു ചെറിയ ബ്രിഡ്ജ് പോലെ കാണാം. അതിൻ്റെ അടിയിൽ കൂടെ വലിയൊരു റിവർ ഒഴുകുകയാണ്. ആ റിവറിൻ്റെ പേരാണ് സരസ്വതി. ആ പോർഷനെയും ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്തിനെയും കണക്ട് ചെയ്യുന്നത് ആ ഒരു റോക്കാണത്. വലിയൊരു പാറയാണ്, അല്ലാതെ പാലമൊന്നുമല്ല. നാച്ചുറലി വന്നിരിക്കുന്നൊരു റോക്ക്. അത് ഇവിടുത്തെ വിശ്വാസം, പാണ്ഡവരെ ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഇങ്ങോട്ട് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭീമൻ എടുത്തു വെച്ച കല്ലെന്നാണ് പറയുന്നത്. കേൾക്കാൻ നല്ല രസമുണ്ടല്ലേ? ഞാൻ നേരത്തെ പറഞ്ഞ ആ ബ്രിഡ്ജിലേക്ക് കയറാൻ പോവുകയാണ്. അതിന് മുമ്പ് ഇവിടെ കാണാം, നിങ്ങൾക്കൊരു അമ്പലം കാണാം. ഇതൊരു സരസ്വതി ക്ഷേത്രമാണ്. നമ്മളൊക്കെ കേട്ടിട്ടുണ്ട് സരസ്വതി എന്ന് പറഞ്ഞൊരു റിവർ, ഒരു പുഴയല്ല, നദി. ആ നദിയാണ് ഈ കാണുന്നതെന്നാണ് പറയുന്നത്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. വലിയ മലയാണ്. ഏതോ ഒരു പാറയുടെ ഉള്ളിൽ കൂടെയാണ് വെള്ളമൊക്കെ വരുന്നത്. വലിയൊരു കല്ലിൻ്റെ അടി കൂടെ വന്ന്, ഇപ്പം ഞാൻ നിൽക്കുന്നത് ഒരു വലിയ പാറയുടെ മുകളിലാണ്. അതാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നത്. അതിൻ്റെ അടി കൂടെയാണ് വെള്ളം പോണത്. ഇപ്പം ഞാൻ നിൽക്കുന്നത് ഇത് പാറ ഭീമൻ കണക്ട് ഇട്ടതാന്നൊക്കെ പറയുന്നത്. സരസ്വതി റിവർ, അവരുടെ അമ്പലമാണ് ഈ കാണുന്നത്. വില്ലേജ് മന, ലാസ്റ്റ് വില്ലേജ് ഓഫ് ഇന്ത്യ. ഇറ്റ് ഈസ് നിയർ ബദ്രിനാഥ്. യു ക്യാൻ സീ an arch. People are believing that there is a mark, that is Swargarohan mark of Pandavas. And here you can see one waterfalls. Actually the water coming inside rocks.
huge rocks. This is the river called Saraswati. Near to that, you can see one temple also. This is Saraswati temple. It's an amazing place. You can see full of rocks surrounding. It's like a small valley. तो छोड़ तू वीडियो It is full valley. The river passing. ഇത് വേദവ്യാസ ഗുഹ എന്നാണ് പറയപ്പെടുന്നത്. വേദവ്യാസൻ മഹാഭാരതം എഴുതി ഇവിടെ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണെന്ന് പറയുന്നത്. വലിയൊരു പാറയാണ്, അതിൻ്റെ ഉള്ളൊരു അമ്പലം. ദിസ് ഈസ് ഗണേഷ് ഗുഹ. ഇങ്ങോട്ട് ഗുഹ ഉണ്ട്. ജസ്റ്റ് എബോവ് വേദവ്യാസ് ഗുഹ. Thorough Mahabharata. This is the famous Badrinath temple. Badrinath. ये ना आपका फ्रेम के काम आ जाएगा, परमानेंट काम। आप दिया ना This is the famous Badrinath temple. Badrinath.